വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ഹിസ്റ്ററി വിത്ത് നാസർ ഖാലിദ്. അപ്പൊ PSC എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക് ആണ് അന്താരാഷ്ട്ര സംഘടന. ഏതൊരു എക്സാമിനേഷൻ എടുത്ത് നോക്കിയാലും അതിന്റെ സിലബസിൽ നമ്മൾ അന്താരാഷ്ട്ര സംഘടന എന്നുള്ള ടോപ്പിക് കാണും അല്ലെ. അപ്പൊ അന്താരാഷ്ട്ര സംഘടന നമ്മൾ ഐക്യരാഷ്ട്രസഭയെ കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ഈ ഒരു പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കളക്ട് ചെയ്യാൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്ലാസ് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഇന്ന് ഓരോന്നായിട്ട് മനസ്സിലാക്കി തുടങ്ങിയാലോ. അപ്പൊ നമ്മൾ അന്താരാഷ്ട്ര സംഘടനയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് UN മുൻഗാമി അന്താരാഷ്ട്ര സംഘടനയെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ UN മുൻഗാമിയായിരുന്നു എന്തായിരുന്നു? സർവ്വരാജ്യ സഖ്യം അല്ലെ. UN മുൻഗാമിയായ സംഘടന ഏതായിരുന്നു? സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ്. ഈ ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യം എന്നാണ് നിലവിൽ വന്നത്? 1919 നിലവിൽ. 1919 ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത്. ഇനി ഇതാണ് UN അന്താരാഷ്ട്ര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സർവ്വരാജ്യ സഖ്യം ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നത് 1919. ഇനി എന്നാണ് ഇത് പിരിച്ചുവിട്ടത്? 1946 ഇത് പിരിച്ചുവിട്ടത്. ഇനി മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പ്രധാനപ്പെട്ട ആസ്ഥാനം, ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്, സ്ഥിരം ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. അപ്പൊ ലീഗ് ഓഫ് നേഷൻസിന്റെ സ്ഥിരമായ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. അടുത്ത് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ പറയുന്ന ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്. ബ്രിട്ടൻകാരനായ സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ് സർവ്വരാജ്യ സഖ്യം ലീഗ് ഓഫ് നേഷൻസിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ. അപ്പൊ ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ സെക്രട്ടറി ജനറൽ ആരാണ്? സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്. ഇനി ഈ പറയുന്ന സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ സമ്മേളനം ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ലണ്ടനിലാണ്. 1920 ആദ്യത്തെ സമ്മേളനം നടന്നത്. അപ്പൊ നമ്മള് UN അന്താരാഷ്ട്ര സംഘടനയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിന് മുൻഗാമിയായ സർവ്വരാജ്യ സഖ്യത്തെ കുറിച്ച് മനസ്സിലാക്കണം അല്ലെ. ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നത് എന്നാണ്? പറഞ്ഞേ 1919 നിലവിൽ വന്നത്. എന്നാണ് ഇത് പിരിച്ചുവിട്ടത്? 1946 പിരിച്ചുവിട്ടത്. അപ്പൊ പറഞ്ഞേ ലീഗ് ഓഫ് നേഷൻസിന്റെ ആസ്ഥാനം, സ്ഥിര ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യത്തിന്റെ സ്ഥിര ആസ്ഥാനം. ഇനി അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആയിരുന്നു അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ. ഈ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ പറയുന്ന ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് ലണ്ടനിലാണ് 1920. ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന അടുത്ത പോർഷൻസ് നോക്കാം. ഐക്യരാഷ്ട്രസഭയെ കുറിച്ച് മനസ്സിലാക്കിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന എന്നറിയപ്പെടുന്നത് എന്താണ്? ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UNO ആണ് അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന ഏതാണ്? ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UNO. ഈ മനസ്സിലാക്കേണ്ടത് ഈ UNO അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് എന്താണ്? 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. ഇനി UN ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24 UN ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഈ ഐക്യരാഷ്ട്രസഭയുടെ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലോക സമാധാനമാണ്. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ലോക സമാധാനം. ഇനി ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം എന്നറിയപ്പെടുന്ന UN ചാർട്ടർ ആണ്. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം എന്നറിയപ്പെടുന്ന ഏതാണ്? UN ചാർട്ടർ ആണ്. ഇനി ഐക്യരാഷ്ട്രസഭയിൽ ഇപ്പൊ എത്ര അംഗങ്ങളുണ്ട്? 193 രാജ്യങ്ങളാണ് ഇപ്പൊ അംഗങ്ങളായിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഐക്യരാഷ്ട്രസഭ നിലവിൽ ഉണ്ടായിരുന്ന സമയത്ത് സ്ഥിര അംഗങ്ങൾ എന്ന് പറയുന്നത് 51 രാജ്യങ്ങളായിരുന്നു. അപ്പൊ ഐക്യരാഷ്ട്രസഭ നിലനിന്ന സമയത്ത് സ്ഥിര അംഗങ്ങൾ എത്രയായിരുന്നു? 51 രാജ്യങ്ങളായിരുന്നു. അറ്റ് പ്രസന്റ് ഇപ്പം ഐക്യരാഷ്ട്രസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? 193 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത്. അതിൽ 192ാമത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ മോണ്ടിനേഗ്രോ ആണ്. അത് 2006 UN അംഗമായത്. 192ാമത്തെ രാജ്യം ഏതായിരുന്നു? മോണ്ടിനേഗ്രോ ആണ്. അത് എന്നാണ് UN അംഗമായത്? 2006 ഇനി 193ാമത്തെ രാജ്യമായിട്ട് അറിയപ്പെടുന്നത് ദക്ഷിണ സുഡാൻ ആണ്. ദക്ഷിണ സുഡാൻ 2011 UN അംഗമായത്. മനസ്സിലായോ? പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ്, അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. നിലവിൽ വന്ന വർഷം ഏതാണ്? 1945 ഒക്ടോബർ 24. ഇനി UN ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ്? ഒക്ടോബർ 24. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? UN പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലോക സമാധാനമാണ്. UN നിലനിന്ന സമയത്ത് എത്ര അംഗങ്ങളായിരുന്നു? അംഗരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 51 അംഗരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ UN എത്ര അംഗരാജ്യങ്ങളുണ്ട്? 193 അംഗരാജ്യങ്ങളുണ്ട്. അതിൽ 192ാമത്തെ അംഗരാജ്യം എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? മോണ്ടിനെഗ്രോ ആയിരുന്നു അല്ലെ. മോണ്ടിനെഗ്രോ ഏത് വർഷമാണ് UN അങ്ങനെയായത്? 2006 ഇനി 193ാമത്തെ രാജ്യം ഏതായിരുന്നു? ദക്ഷിണ സുഡാൻ ആയിരുന്നു. ദക്ഷിണ സുഡാൻ 2011 UN അംഗമായത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ UN നിയമപുസ്തകം എന്നറിയപ്പെടുന്നതാണ് UN ചാർട്ടർ ആണ് UN നിയമപുസ്തകം അറിയപ്പെടുന്നത്. അപ്പൊ നോക്കാം, ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ് ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി.
ഇനി ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കാനുണ്ടായ ഉടമ്പടി ഏതാണ്? അറ്റ്ലാന്റിക് ചാർട്ടാണ് ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കാനുണ്ടായ ഉടമ്പടി. അപ്പൊ അറ്റ്ലാന്റിക് ചാർട്ട് എന്ന ഉടമ്പടി പ്രകാരം ആണ് ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ടത്. ഇനി ആ ഐക്യരാഷ്ട്രസഭയെന്ന് ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഈ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസെന്റ് ചർച്ചിലുമാണ് ഐക്യരാഷ്ട്രസഭയുടെ ഐക്യരാഷ്ട്രസഭ രൂപീകരണത്തിനുള്ള ഉടമ്പടിയായ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത്. അപ്പൊ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച പ്രകാരമാണ് ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ടത്. ഐക്യരാഷ്ട്രസഭയെന്ന് ആശയം മുന്നോട്ട് വെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഈ ഐക്യരാഷ്ട്രസഭ എന്ന സംഘടന രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ഏതാണ്? അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. അത് ഒപ്പുവെച്ചത് 1941 ഈ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസെന്റ് ചർച്ചിലുമാണ് ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന് കാരണമായ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത്. ഇനി മനസ്സിലാക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലെ മാൻഹട്ടനിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം. ന്യൂയോർക്കിലെ മാൻഹട്ടനിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം. ഈ ആസ്ഥാന മന്ദിരത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലം നൽകിയ ആരാണെന്ന് ചോദിച്ചാൽ റോക്ക് ഹെല്ലർ ആണ്. റോക്ക് ഹെല്ലർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാന മന്ദിരം പണിയേറ്റാനുള്ള സ്ഥലം നൽകിയത്. ഇനി ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം എന്താണെന്ന് വെച്ചാൽ ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം എന്ന് വെച്ചാൽ ഇളം നീല നിറത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പതാക കാണപ്പെടുന്നത്. ഇനി ഐക്യരാഷ്ട്രസഭയില് 29ാമത്തെ അംഗരാജ്യമായിട്ടാണ് ഇന്ത്യ ചേരുന്നത്. അപ്പൊ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ 29ാമത്തെ അംഗരാജ്യമായിട്ടാണ് ചേരുന്നത്. ഇനി അതുപോലെ ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം ഏതാണെന്ന് വെച്ചാൽ വത്തിക്കാനാണ്. അപ്പൊ ഐക്യരാഷ്ട്രസഭയിൽ അംഗമില്ലാത്ത യൂറോപ്യൻ രാജ്യം ഏതാണ്? വത്തിക്കാനാണ്. കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഒന്നുകൂടെ മനസ്സിലാക്കുക, ഏത് ചാർട്ടർ പ്രകാരമാണ് ഐക്യരാഷ്ട്രസഭ നിലകൊള്ളുന്നത്? ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത് അറ്റ്ലാന്റിക് ചാർട്ടർ പ്രകാരമാണ്. അറ്റ്ലാന്റിക് ചാർട്ടർ എന്നാണ് ആ ഉടമ്പടി എന്നാണ് 1941 ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് ആരൊക്കെ? ഏതൊക്കെ നേതാക്കളാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസെന്റ് ചർച്ചിലുമാണ്. ഇനി ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കാൻ കാരണമായ അറ്റ്ലാന്റിക് ചാർട്ടർ 1941 മനസ്സിലാക്കുക. ഇനി ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏക നേതാവാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഇനി ഐക്യരാഷ്ട്രസഭയുടെ പതാക ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഇളം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇന്ത്യ ഐക്യരാഷ്ട്രസഭ അംഗമാണ് എത്രാമത്തെ രാജ്യം? 29ാമത്തെ അംഗരാജ്യമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുക. ഇനി ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം ഏതാണെന്ന് വെച്ചാൽ വത്തിക്കാൻ. ഇനി ഐക്യരാഷ്ട്രസഭയ്ക്ക് എത്ര പ്രധാന ഘടകങ്ങളാണുള്ളത്? ഐക്യരാഷ്ട്രസഭയ്ക്ക് 6 പ്രധാന ഘടകങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് 6 പ്രധാന ഘടകങ്ങൾ? പൊതുസഭ, സുരക്ഷാ സമിതി, സാമ്പത്തിക സാമൂഹ്യ സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അപ്പൊ ഐക്യരാഷ്ട്രസഭയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? എത്ര ഘടകങ്ങളുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ? 6 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടവ? ഏതൊക്കെയാണ്? പൊതുസഭ, സുരക്ഷാ സമിതി, സാമ്പത്തിക സാമൂഹ്യ സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അതുപോലെ സെക്രട്ടേറിയറ്റ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇനി മനസ്സിലാക്കേണ്ടത് ഇതില് 1994 മുതൽ പ്രവർത്തനക്ഷമമില്ലാത്ത ഒരു ഘടകമുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ. 1994 മുതൽ പ്രവർത്തനക്ഷമമില്ലാത്ത ഐക്യരാഷ്ട്രസഭയുടെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. കേട്ടോ. അപ്പൊ 1994 മുതൽ പ്രവർത്തനക്ഷമമല്ലാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത ഐക്യരാഷ്ട്രസഭയുടെ ഘടകം ഏതാണെന്ന് ചെയ്താണ്? ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. മനസ്സിലാക്കി വയ്ക്കുക. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ കുറിച്ച് മനസ്സിലാക്കിയാലോ? അന്താരാഷ്ട്ര നീതിന്യായ കോടതി എവിടെയാണ് ചെയ്യുന്നത്? അതിന്റെ ആസ്ഥാനം തന്നെ ഹേഗ് ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗ് ആണ്. അപ്പൊ UN-ല് ന്യൂയോർക്ക് ആസ്ഥാനമല്ലാത്ത, ന്യൂയോർക്കിന് പുറത്തെ ആസ്ഥാനമുള്ള ഏക സംഘടന ഏതാണെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഇവിടെയാണ്, ഹേഗ് ആണ്. മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കി? UN ഐക്യരാഷ്ട്രസഭയിലെ ഘടകങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. 6 ഘടകങ്ങളാണുള്ളത്. ആ ഘടകങ്ങളിൽ 1994 പ്രവർത്തനക്ഷമമില്ലാത്ത ഘടകം ഏതാണ്? ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ആണ്. മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാം, ഓരോ ഘടകങ്ങളെ കുറിച്ച് നോക്കാം. പൊതുസഭ, UN-ന്റെ ഏറ്റവും വലിയ ഘടകം എന്നറിയപ്പെടുന്നത് ഏതാണ്? പൊതുസഭയാണ്. പൊതുസഭയാണ് UN-ന്റെ ഏറ്റവും വലിയ ഘടകം എന്നറിയപ്പെടുന്നത്. എന്താണ്? ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പൊതുസഭയാണ് ലോക പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്ന UN-ലെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പൊതുസഭയാണ്. ഇനി മനസ്സിലാക്കേണ്ടത് UN കാര്യവിചാര സഭ, ലോകത്തിന്റെ സമ്മേളന നഗരി എന്നീ പേരിലൊക്കെ എന്തറിയപ്പെടുന്നത്? പൊതുസഭ അറിയപ്പെടുന്നത്. UN കാര്യവിചാരണ സഭ, അതുപോലെ തന്നെ ലോകത്തിന്റെ സമ്മേളന നഗരി എന്നീ പേരിൽ അറിയപ്പെടുന്ന UN-ന്റെ ഘടകം ഏതാണ്? പൊതുസഭയാണ്. ഇനി ഐക്യരാഷ്ട്രസഭ നമ്മൾ പറഞ്ഞു, ഐക്യരാഷ്ട്രസഭയുടെ ഈ പുതിയ രാഷ്ട്രങ്ങൾക്ക് അംഗത്വം നൽകുന്നത്, ഐക്യരാഷ്ട്രസഭയിൽ പുതിയ രാഷ്ട്രങ്ങൾക്ക് അംഗത്വം നൽകുന്നത് പൊതുസഭയാണ്. അപ്പൊ UN-ന്റെ ഒരു ഘടകമാണ് പൊതുസഭ. പൊതുസഭ എന്ന് പറയുന്നത് ഏറ്റവും വലിയ UN ഘടകമാണ്. ഈ മനസ്സിലാക്കിയത് എന്താണ്? ഈ പൊതുസഭ എന്ന് പറയുന്നതാണ് അംഗരാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്ന, ഐക്യരാഷ്ട്രസഭയിൽ അംഗരാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്ന അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്ന ഈ പറയുന്ന പൊതുസഭയാണ്. ഈ പൊതുസഭയെ ലോക പാർലമെന്റ് എന്നും അതുപോലെ ലോകത്തിന്റെ സമ്മേളന നഗരി എന്നും അതുപോലെയാണ് UN കാര്യവിചാരണ സഭ എന്നൊക്കെ അറിയപ്പെടുന്നത് UN-ന്റെ പൊതുസഭയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി
യുഎന്റെ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്ന ഏത് തന്നെയാണ്? നമ്മളിവിടെ ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നത് അല്ലെ? ലോക പാർലമെന്റ് അറിയപ്പെടുന്ന യുഎന്റെ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്ന ഏത് തന്നെയാണ്? പൊതുസഭയാണ്. യുഎന്റെ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്ന ഏത് ഘടകമാണ്? പൊതുസഭയാണ്. ഇനി മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ നിന്നും പൊതുസഭയിൽ ഈ പറഞ്ഞ യുഎൻ പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ വ്യക്തി, ഇന്ത്യയിൽ നിന്നും യുഎൻ പൊതുസഭയുടെ പ്രസിഡന്റ് ആദ്യ വ്യക്തി ആരെന്ന് വെച്ചാൽ വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ഇന്ത്യയിൽ നിന്നും യുഎൻ പൊതുസഭയുടെ ആദ്യ പ്രസിഡന്റായ വ്യക്തി. ഇനി പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ വിജയലക്ഷ്മി പണ്ഡിറ്റ് തന്നെയാണ്. ഏത് വർഷം എന്ന് വെച്ചാൽ 1953. അപ്പൊ 2 പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യുഎൻ പൊതുസഭയിലെ ഇന്ത്യയിൽ നിന്ന് പ്രസിഡന്റായി പോകുന്ന ആദ്യ വ്യക്തിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1953 അതുപോലെ തന്നെ യുഎൻ പൊതുസഭയിലെ പ്രസിഡന്റ് ആദ്യ വനിതയും ആര് തന്നെയാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത യുഎൻ ജനറൽ അസംബ്ലി കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക സമ്മേളനം ചേർന്ന വർഷമുണ്ട്. അപ്പൊ യുഎൻ ജനറൽ അസംബ്ലി പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക സമ്മേളനം ചേർത്ത വർഷമുണ്ട്. അത് 2002 ആണ്. 2002 യുഎൻ പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി ഒരു സമ്മേളനം വിളിച്ചു ചേർത്തത് 2002. അപ്പൊ ഇത്രയാണ് നമ്മൾ യുഎൻ പൊതുസഭയെ കുറിച്ച് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് പോയിന്റ്സ്? നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ യുഎൻ പൊതുസഭയിലെ പ്രസിഡന്റ് ആകുന്ന ഇന്ത്യയിൽ നിന്ന് ആദ്യ വ്യക്തി ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ഇനി അത് മാത്രമല്ല, യുഎൻ പൊതുസഭയിലെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയും ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. അത് 1953 പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് പൊതുസഭയെ കുറിച്ച് ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് രക്ഷാസമിതിയാണ്. അപ്പൊ രക്ഷാസമിതി ഐക്യരാഷ്ട്രസഭയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് രക്ഷാസമിതി. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? രക്ഷാസമിതിയാണ്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പൊതുസഭയാണ്. മനസ്സിലായോ? അടുത്ത് മനസ്സിലാക്കേണ്ടത്, ഈ രക്ഷാസമിതിയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ രക്ഷാസമിതിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 15 ആണ്. ഇതിൽ തന്നെ സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. ബാക്കി 10 അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത്, ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗങ്ങൾ 5 ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ഥിരാംഗ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. ഏതൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. ഈ രാജ്യങ്ങളാണ് 5 സ്ഥിരാംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ രക്ഷാസമിതി എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൽ സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത് 5 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി 10 അംഗങ്ങളും താൽക്കാലികങ്ങളാണ്. മൊത്തം എത്ര അംഗങ്ങളുണ്ട്? 15 അംഗങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലുള്ളതെന്നൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്ക് പ്രത്യേക അധികാരമുണ്ട്. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്ക് പ്രത്യേക അധികാരം കൊടുക്കുന്നത് അധികാരത്തിന് വീറ്റോ പവർ എന്നറിയപ്പെടും. നമ്മള് വീറ്റോ പവർ വേറെ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ രക്ഷാസമിതിയിലെ ആർക്ക് കൊടുക്കുന്ന അധികാരമാണ്? രക്ഷാസമിതിയിലെ അംഗങ്ങൾക്ക് കൊടുക്കുന്ന അധികാരമാണ് വീറ്റോ പവർ. മനസ്സിലാക്കി വെക്കാം. അടുത്തത്, അത് രക്ഷാസമിതിയിൽ എങ്ങനെയുള്ള അംഗങ്ങൾക്കാണ് വീറ്റോ പവർ കൊടുക്കുന്നത്? രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്കാണ് വീറ്റോ പവർ നൽകുന്നത്. ഇനി ഐക്യരാഷ്ട്രസഭയുടെ കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്ന ഏതാണ്? രക്ഷാസമിതിയാണ്. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ നിയമനിർമ്മാണ വിഭാഗം എന്നറിയപ്പെടുന്ന ഏതാണ്? പൊതുസഭയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് പൊതുസഭയാണ്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്ന ഏതാണ്? രക്ഷാസമിതിയാണ്. കേട്ടോ? അപ്പൊ അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രക്ഷാസമിതിയുടെ നമ്മൾ മനസ്സിലാക്കിയ എന്തൊക്കെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയുടെ താൽക്കാലിക അംഗങ്ങളുണ്ട്. ഈ താൽക്കാലിക അംഗങ്ങൾക്ക് കാലാവധി 2 വർഷം. ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ താൽക്കാലികങ്ങളുടെ കാലാവധി 2 വർഷമാണ്. എത്രയാണ് നമ്മൾ രക്ഷാസമിതിയെ കുറിച്ച് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്? ഈ രക്ഷാസമിതിയെ എൻഫോഴ്സ്മെന്റ് വിങ് ഓഫ് ദി യുഎൻ എന്നറിയപ്പെടുന്നു. രക്ഷാസമിതി എന്നറിയപ്പെടുന്നു എൻഫോഴ്സ്മെന്റ് വിങ് ഓഫ് യുഎൻ. എൻഫോഴ്സ്മെന്റ് വിങ് ഓഫ് യുഎൻ എന്നറിയപ്പെടുന്ന ഘടകം ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയാണെന്ന് മനസ്സിലാക്കി വയ്ക്കും. ഇനി ഏറ്റവും കൂടുതൽ തവണ യുഎൻ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. ഏറ്റവും കൂടുതൽ തവണ യുഎൻ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായ രാജ്യം ഏതാണ്? ജപ്പാനാണ്. ഇനി മനസ്സിലാക്കേണ്ടത്, ഓക്കെ, അത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട യുഎൻ രക്ഷാസമിതിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ എന്തൊക്കെയാണ് മനസ്സിലായാലോ? ഐക്യരാഷ്ട്രസഭയുടെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 15 ആണ്. അതിൽ സ്ഥിരാംഗങ്ങൾ 5 ആണ്. ഏതൊക്കെയാണ് 5 അംഗരാജ്യങ്ങൾ? സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ, ചൈന മുതലായ രാജ്യങ്ങളാണ് സ്ഥിരാംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇത്രയാണ് നമ്മൾ ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയെ കുറിച്ച് പ്രധാനപ്പെട്ട അറിയേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്രസഭയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സെക്രട്ടേറിയറ്റ്. അപ്പൊ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഭരണനിർവഹണ വിഭാഗം. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ ഭരണനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്ന ഏതാണ്? സെക്രട്ടേറിയറ്റ് ആണ്. ഇനി സെക്രട്ടേറിയറ്റിന്റെ ഭരണ തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? സെക്രട്ടറി ജനറലാണ് സെക്രട്ടേറിയറ്റിന്റെ ഭരണ തലവൻ എന്ന് അറിയപ്പെടുന്നത്.
ഇനി ഈ സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനം എവിടെയാണ്? ആ സെക്രട്ടറി ജനറലിന്റെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനം എവിടെയാണ്? സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതി എന്നറിയപ്പെടുന്ന മാൻഹാട്ടനിലെ സട്ടൺ പ്ലസിനാണ്. അപ്പൊ മനസ്സിലാക്കാം, ഭരണനിർവഹണ സഭ എന്നറിയപ്പെടുന്ന ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങള് ഭരണനിർവഹണ സഭ എന്നറിയപ്പെടുന്ന ഏതാണ്? സെക്രട്ടേറിയറ്റ് ആണ്. ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ തലവൻ ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. ഇനി അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം. സെക്രട്ടറി ജനറലിന്റെ കാലാവധി 5 വർഷമാണ്. എവിടെയാണ് സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്തത്? ന്യൂയോർക്കിലെ സട്ടൺ പ്ലേസിലാണ്. ന്യൂയോർക്കിലെ സട്ടൺ പ്ലേസിലാണ് ഈ പറയുന്ന സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു സെക്രട്ടറി ജനറലിന്റെ കാലാവധി 5 വർഷമാണെന്ന് പറഞ്ഞു. ഇനി UN സെക്രട്ടറി UN നിലവിൽ സമയത്ത് 1946 മുതൽ 45ലാണ് UN നിലവിൽ 45 മുതൽ 46 വരെ UN താൽക്കാലിക സെക്രട്ടറി ജനറൽ ആയിട്ട് വ്യക്തി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഗ്ലാഡിൻ ജെബ്. അപ്പൊ 1945 മുതൽ 46 വരെ UN താൽക്കാലിക സെക്രട്ടറി ജനറൽ പ്രവർത്തിച്ച ഒരു ബ്രിട്ടീഷുകാരനായ വ്യക്തി ആരാണ്? ഗ്ലാഡിൻ ജെബ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അത് പ്രധാനപ്പെട്ട പോയിന്റ്. അടുത്ത് UN ആദ്യ സെക്രട്ടറി ജനറൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് UN ആദ്യ സെക്രട്ടറി ജനറൽ ആരാണ്? ട്രിഗ് വീലിയാണ്. അദ്ദേഹം നോർവേക്കാരൻ. UN ആദ്യ സെക്രട്ടറി ജനറൽ ആരാണ്? ട്രിഗ് വീലിയാണ്. അദ്ദേഹം നോർവേക്കാരനാണ്. ഇനി UN രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഡാഗ് ഹാമർസ്കോൾഡ് ആണ്. UN രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഡാഗ് ഹാമർസ്കോൾഡ് UN രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ആണ്. മാത്രമല്ല അദ്ദേഹം വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട UN സെക്രട്ടറി ജനറൽ കൂടിയാണ് ഡാഗ് ഹാമർസ്കോൾഡ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം ന്യൂയോർക്കിൽ എന്താണ് UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ലൈബ്രറിയുടെ പേര് ആരുടെ പേരിലാണ് ആ ലൈബ്രറി അറിയപ്പെടുന്നത്? ഈ ഡാഗ് ഹാമർസ്കോൾഡിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കാം. അപ്പൊ ഒന്നുകൂടെ നോക്കാം. UN ഭരണനിർവഹണ സഭ എന്നറിയപ്പെടുന്ന ഏതാണ്? ഭരണനിർവഹണ സഭ എന്നറിയപ്പെടുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. ഇനി അതുപോലെ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി അതിലെ ഭരണ തലവൻ എന്നറിയപ്പെടുന്നത് സെക്രട്ടറി ജനറൽ ആണ്. സെക്രട്ടറി ജനറൽ കാലാവധി 5 വർഷമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി, സെക്രട്ടറി ജനറൽ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് എന്താണ്? ന്യൂയോർക്കിലെ മാൻഹട്ടനിലെ സട്ടൺ പ്ലേസിൽ നിന്നാണ് ഈ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത്. അല്ലെ, ഔദ്യോഗിക വസതി എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? സട്ടൺ പ്ലേസിലാണ്. ഇനി മനസ്സിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? 1945 മുതൽ 46 വരെ UN ഒരു താൽക്കാലിക സെക്രട്ടറി ജനറൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ബ്രിട്ടീഷാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഗ്ലാഡിൻ ജെബ്. ഇനി UN ആദ്യ സെക്രട്ടറി ജനറൽ ആരാണ്? ട്രിഗ് വീലിയാണ്. നോർവേക്കാരനാണ്. രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ഡാഗ് ഹാമർസ്കോൾഡ് വിമാനാപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേരിലാണ് UN ലൈബ്രറി അറിയപ്പെടുന്നത്. ഇവര് ലൈബ്രറി സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചുള്ളത് ന്യൂയോർക്കിലാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് UN സെക്രട്ടറി ജനറലായ ആദ്യ ഏഷ്യക്കാരനാണെന്നാണ് ചോദ്യം. UN സെക്രട്ടറി ജനറൽ ആദ്യ ഏഷ്യക്കാരൻ യൂത്താൻ ആണ്. യൂത്താൻ UN സെക്രട്ടറി ജനറൽ ആദ്യ ഏഷ്യക്കാരൻ. അദ്ദേഹം മ്യാൻമാർ സ്വദേശിയാണ്. യൂത്താൻ ആണ് UN ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ. യൂത്താനാണ് UN ആദ്യ സെക്രട്ടറി ജനറൽ. എന്താണ്? ഏഷ്യക്കാരൻ UN ആദ്യ സെക്രട്ടറി ജനറൽ യൂത്താനാണ്. അദ്ദേഹം മ്യാൻമാർ രാജ്യത്തിലുള്ള വ്യക്തിയാണ്, മനസ്സിലാക്കാം. ഇനി അടുത്തത് UN സെക്രട്ടറി ജനറൽ പദവിയിൽ ഇരുന്ന് ശേഷം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയത് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ്? കുർട്ട് വാൽഡീം ആണ്. ഓസ്ട്രിയ എന്ന രാജ്യത്തിന്. കുർട്ട് വാൽഡീം എന്ന് പറഞ്ഞ വ്യക്തി എന്താണ്? UN സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് കുർട്ട് വാൽഡീം. അദ്ദേഹം ഓസ്ട്രിയക്കാരനാണ്. കുർട്ട് വാൽഡീം. ഇപ്പൊ ഓസ്ട്രേലിയയിലുള്ളതാണ് കുർട്ട് വാൽഡീം. അദ്ദേഹം UN സെക്രട്ടറി ജനറൽ ആയതിനു ശേഷമാണ് ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിത്തീരുന്നത്. അപ്പൊ ഓസ്ട്രേലിയയിലെ കുർട്ട് വാൽഡീം ആണ് UN സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയി തീർന്നത്. ഇനി അതുപോലെ തന്നെ UN സെക്രട്ടറി ജനറൽ ആയ ശേഷം ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ആയതാണ് ജാവിയർ പെരസ് ഡി ക്വയർ. പെറുവിലെ പ്രസിഡന്റ് ആയ ജാവിയർ പെരസ് ഡി ക്വയർ എന്ന് പറയുന്നത് എന്താണ്? UN സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതാണ് ജാവിയർ പെരസ് ഡി സ്ക്വയർ. ജാവിയർ പെരസ് ഡി ക്വയർ. അപ്പൊ ഐക്യരാഷ്ട്രസഭയിലെ സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജാവിയർ പെരസ് ഡി സ്ക്വയർ ആണ്. അദ്ദേഹം പെറുവിലെ പ്രധാനമന്ത്രി. ജാവിയർ പെരസ് ഡി സ്ക്വയർ ആണ്. ഇനി നമ്മള് ട്രിഗ് വീലിയെ കുറിച്ച് മനസ്സിലായി. ഐക്യരാഷ്ട്രസഭയിലെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ട്രിഗ് വീലി അല്ലെ. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ രാജിവെച്ച ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ട്രിഗ് വീലിയാണ്. നിങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പൊ ഐക്യരാഷ്ട്രസഭയിൽ രാജിവെച്ച ആദ്യ വ്യക്തി ആരാണ്? ട്രിഗ് വീലിയാണ്.
അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയില് സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ ആഫ്രിക്കക്കാരൻ ആരാണെന്ന് വെച്ചാൽ ബുട്രോസ് ഖാലിയാണ്. ഈജിപ്ഷ്യൻ എന്നാണ് അദ്ദേഹം സെക്രട്ടറി ജനറലായി തീർന്നത്. അപ്പം ഐക്യരാഷ്ട്രസഭയിൽ സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ ആഫ്രിക്കക്കാരൻ ആരാണ്? ബുട്രോസ് ഖാലിയാണ്. ഈജിപ്ഷ്യൻ ആണെന്ന്, ഈജിപ്തിൽ നിന്നാണ് അദ്ദേഹം സെക്രട്ടറി ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഐക്യരാഷ്ട്രസഭയുടെ എന്താണ് സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട പോയിന്റ്സുകൾ. എന്തൊക്കെയാണെന്ന് ഓർമ്മ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കി. ഐക്യരാഷ്ട്രസഭയിലെ പ്രസിഡന്റ്, അതായത് ഒരു രാജ്യത്തെ ഐക്യരാഷ്ട്രസഭയിൽ സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം ആദ്യത്തെ ഒരു രാജ്യത്തെ പ്രസിഡന്റായ വ്യക്തിയാണ് കുട്ട് വാൽഡിം, അത് ഓസ്ട്രേലിയയാണ്. ഇനി ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം പ്രധാനമന്ത്രി ഏതാണ്? ജാവിർ പെരസ് ഡി ക്വയർ. അതേ പെറുവില് പ്രധാനമന്ത്രി ജാവിർ പെരസ് ഡി ക്വയർ. ഈ പഠിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആകുന്ന ആഫ്രിക്കക്കാരൻ, ആദ്യ ആഫ്രിക്കക്കാരനാണ് ബുട്രോസ് ഖാലിയാണ്. ഈജിപ്തിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ അത്രയും പോയിന്റ്സ് നമ്മൾ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം. ഇനി നോക്കാം, യുഎന്റെ നമ്മളെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിലവിൽ 1945 തന്നെയാണ്. അതിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ഹേഗ് ആണ്. അപ്പൊ യുഎനിലെ ഈ ഘടകങ്ങളില് ന്യൂയോർക്ക് ആസ്ഥാനമല്ലാത്ത ഘടകം ഏതാണ് വെച്ചുള്ളത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. ഹേഗ് ആണ് എന്റെ ആസ്ഥാനം മനസ്സിലാക്കാം. ഇനി ഇവിടെ 15 ജഡ്ജിമാരാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ 15 ജഡ്ജിമാരാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലുള്ളത്. ഈ 15 ജഡ്ജിമാരാണ് ഉള്ളത്. അവരുടെ കാലാവധി 9 വർഷമാണ്. അപ്പൊ ജഡ്ജിമാരുടെ കാലാവധി എന്താണ്? 9 വർഷമാണ്. ഇനി അവരുടെ ആ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉപയോഗിക്കുന്ന ഭാഷകൾ. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗമാകുന്ന, അതിൽ അംഗമാകുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഔദ്യോഗിക അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സ്ഥിരാംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് ജസ്റ്റിസ് BN റാവു ആണ്. അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സ്ഥിരാംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? ജസ്റ്റിസ് BN റാവു ആണ്. ഈ മനസ്സിലാക്കിയ മറ്റൊരു പോയിന്റ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ട് ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ് ആണ്. അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സ്ഥിരാംഗമാകുന്ന ആദ്യത്തെ വ്യക്തി ആരെന്ന് വെച്ചാൽ ജസ്റ്റിസ് BN റാവു ആണ്. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തിയാണെന്ന് വെച്ചാൽ ജസ്റ്റിസ് ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ആദ്യത്തെ ഇന്ത്യക്കാരൻ നാഗേന്ദ്ര സിംഗ്. ഒന്നുകൂടെ മനസ്സിലാക്കാം, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ താൽക്കാലിക അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ജസ്റ്റിസ് BN റാവു. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സ്ഥിരാംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ജസ്റ്റിസ് BN റാവു. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ആദ്യത്തെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ് ആണ്. കേട്ടോ, അത് മനസ്സിലാക്കി വെക്കാം. ഇനി ഒന്ന് നമ്മൾ മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങളാണ്. ഒന്നുകൂടെ നമുക്ക് റീകളക്ട് ചെയ്യാം. എന്താണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി? അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന യുഎന്റെ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. 1945 അത് നിലവിൽ വന്നത്. ഈ പറയുന്ന അതിന്റെ ആസ്ഥാനം എന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആസ്ഥാനം എവിടെയാണ്? ഹേഗ് ആണ് അല്ലെ? അപ്പൊ ഹേഗ് എന്ന് മനസ്സിലാക്കി. ന്യൂയോർക്കിന് പുറത്ത് ആസ്ഥാനമുള്ള UN ഘടകം ഏതാണെന്ന് വെച്ചുള്ളത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 15 ജഡ്ജിമാരാണ് ഉള്ളത്. അവരുടെ കാലാവധി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 വർഷമാണ്. ഇനി മനസ്സിലാക്കേണ്ടത് അവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഭാഷകൾ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രധാനം ഉപയോഗിക്കുന്ന ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഇനി മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആദ്യമായിട്ട് സ്ഥിരാംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് വെച്ചാൽ ജസ്റ്റിസ് BN റാവു ആണ്. കേട്ടോ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിരാംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ജസ്റ്റിസ് BN റാവു ആണ്. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ട് ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ് ആണ്. കേട്ടോ, ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ ഇത്രയും പോർഷൻസ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യുഎന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്താണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപയോഗപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ എക്സാംസിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.